ചെറുക്കനും പറഞ്ഞു ഒരുപാട് ആണോ? എല്ലാരും റെഡിയാക്കി എടുത്ത്. ആണോ? ബിനുവിന്റെ അവിടെ താമസിക്കാൻ ഹോസ്റ്റൽ സൗകര്യം ഉണ്ട്, എല്ലാം ഫ്രീയാ. താല്പര്യം ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച പിള്ളേർ ഇപ്പൊ ജോലിക്ക് കയറി കേട്ടോ. ജോലി കിട്ടും, ചുമ്മാ അല്ല. കമ്പനിയിൽ കയറി അടുപ്പിക്കട്ടെ. സുരേഷ് ക്ഷേത്രമാണ്. ഞാനൊരു പ്രധാന വിഷയം പറയാനായിട്ടാണ് എൻ്റെ ബ്ലോഗ് വഴി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് അച്ചൻകോവിൽ വനമേഖലയുടെ ഭാഗത്താണ്. ആദിവാസി ഉന്നതികളിലേക്ക് പോയിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഒരു തൊഴിലധിഷ്ഠിത കോഴ്സിനെ പറ്റിയാണ്. അതും വനമേഖലയിൽ താമസിക്കുന്ന സാധാരണക്കാരായ, അതായത് പഠിക്കാൻ ഒരു നിവൃത്തിയുമില്ലാത്ത കുട്ടികൾ, 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് ഒരു വരുമാന മാർഗം കിട്ടണമെങ്കിൽ ഒരു ജോലി വേണം. പത്തനംതിട്ട ജില്ലയിലെ ചെന്നീർക്കരയിലെ ഗവൺമെന്റ് ITയിലെ ഇൻസ്ട്രക്ടർമാരായ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അശോക് കുമാർ, രഞ്ജിത്ത് കുമാർ, അരുൺദാസ്, ഇവർ 3 പേരുമാണ് ഇന്ന് എൻ്റെ കൂടെ ഉന്നതികളിലെത്തിയത്. അപ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വനമേഖലയുമായി ബന്ധപ്പെട്ട ഗോത്രവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കുവാനായിട്ട് മടി കാണിച്ചിരിക്കുന്ന കുട്ടികളെ നിങ്ങൾ വീട്ടുകാർ തന്നെ ഇവിടെ പറഞ്ഞു വിടണം. ഇവിടെ ഭക്ഷണവും അതുപോലെ തന്നെ താമസവും എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് ലഭിക്കും. ഏറ്റവും സാധാരണക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ പത്തനംതിട്ടയിലെ ഈ IT നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളെ ഈ ഇൻസ്ട്രക്ടർമാർ തന്നെ പറയും. പത്തനംതിട്ട ജില്ലയിലെ ചെന്നീർക്കര ITയിലെ ഇൻസ്ട്രക്ടറാണ് ഞാൻ. എൻ്റെ പേര് അരുൺദാസ് എന്നാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ അച്ചൻകോവിൽ ഉന്നതികളിലേക്ക് പോകുന്ന വനപാതയിലാണ്. നമ്മൾ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് ITയിലേക്കുള്ള അഡ്മിഷനിലേക്ക് ഗോത്ര വിഭാഗത്തിൽ നിന്നും മറ്റ് വിഭാഗങ്ങളിൽ നിന്നും ഈ അച്ചൻകോവിൽ ഭാഗങ്ങളിൽ താമസിക്കുന്ന കുട്ടികളെ ക്ഷണിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ശ്രമം നമ്മൾ നടത്തേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പല രീതിയിൽ നമ്മൾ പരസ്യം ചെയ്യുന്നെങ്കിലും ചില ദുർഘടമായ സ്ഥലങ്ങളിലെ കുട്ടികൾക്ക്, അത് അർഹിക്കുന്ന കുട്ടികളിലേക്ക് അത് എത്താത്തൊരു സാഹചര്യം നമ്മൾ പലപ്പോഴായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ നമ്മൾ ആലോചിച്ചിട്ടാണ് ഈ ഒരു വർഷം അഡ്മിഷന്റെ ഭാഗമായി നമ്മൾ നേരിട്ട് ഇവിടെ വന്ന് കുട്ടികളെ കണ്ട് വിവരങ്ങൾ അറിയിച്ച് നമ്മുടെ അഡ്മിഷനെ പറ്റിയുള്ള മറ്റു കാര്യങ്ങൾ അവരോട് ധരിപ്പിച്ച് അവരെ അങ്ങോട്ട് എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പം ഈ ഒരു ശ്രമം എന്ന് പറയുന്നത് കുട്ടികൾക്ക് പരിപൂർണമായിട്ടും ഉപകാരപ്പെടുന്ന കാര്യത്തിന് വേണ്ടിയാണ്. കാരണം അവർക്ക് തന്നെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പലവിധ സൗകര്യങ്ങൾ നമ്മുടെ ഗവൺമെന്റ് IT ചെന്നീർക്കരയിൽ ലഭ്യമാണ്. അപ്പൊ ഇത് പരമാവധി നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്രധാനമായിട്ട് പറയണമെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾ പഠിക്കാൻ വരാൻ മടിക്കുന്നത്. അപ്പം അതിനൊരു പരിഹാരമാണ് നമ്മുടെ ട്രൈബലിൽ നിന്ന് ലഭിക്കുന്ന ധനസഹായം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ വർഷവും നമുക്ക് അഡ്മിഷൻ എടുക്കുന്ന ട്രൈബൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ട്രൈബൽ പ്രൊമോട്ടർമാർ വഴിയുള്ള ധനസഹായം അവർക്ക് ലഭ്യമാണ്. അതുവഴി അവരുടെ ആഹാരത്തിന്റെ ചെലവും മറ്റു പല കാര്യങ്ങളും അതിൽ തന്നെ നടത്താൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ക്യാൻറ്റീൻ സൗകര്യം, ഹോസ്റ്റൽ സൗകര്യം നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇത്രയും ദൂരം നിന്ന് വരുന്ന കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം നമുക്ക് ഉറപ്പ് നൽകാൻ പറ്റുന്നതാണ്. അപ്പം നമ്മുടെ ഇത്തരത്തിലുള്ള ദുർഘടമായിട്ടുള്ള സ്ഥലങ്ങൾ, അച്ചൻകോവിൽ, അതുപോലെ തന്നെ കല്ലേലി, അത്തരത്തിലുള്ള കൊക്കാത്തോട് പോലുള്ള ഭാഗങ്ങളിലൊക്കെയുള്ള കുട്ടികൾക്ക് നമ്മുടെ ചെന്നീർക്കര ഗവൺമെന്റ് IT, പത്തനംതിട്ട ജില്ലയിൽ നിന്ന് നഗരമധ്യത്തിൽ നിന്ന് ഒരു 7-8 കിലോമീറ്റർ ദൂരെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഗവൺമെന്റ് ITയിലെ ഇത്തരം സൗകര്യങ്ങൾ പരിപൂർണമായിട്ടും പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഈ ഒരു യാത്ര നമ്മൾ തീരുമാനിച്ചത്. നമ്മുടെ സ്ഥാപനത്തിൽ നിന്നുള്ള പരിപൂർണമായിട്ടുള്ള സപ്പോർട്ടും സഹകരണവും ഇതിനുണ്ടായിരുന്നു. എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ ചെന്നീർക്കര ഗവൺമെന്റ് ITയിലെ ഗ്രൂപ്പ് ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ അച്ചൻകോവിൽ പ്രദേശത്താണ്. ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് 2026-27 വർഷത്തെ ITയിലെ അഡ്മിഷന് അച്ചൻകോവിൽ മേഖലയിലുള്ള ട്രൈബൽ വിഭാഗത്തിലെയും മറ്റു തരത്തിലുള്ള കുട്ടികളെ കാണുന്നതിനും ഈ കോഴ്സുകളെ സംബന്ധിച്ച് അവരോട് വിശദീകരിക്കുന്നതിനുമാണ്. ചെന്നീർക്കര ഗവൺമെന്റ് ITയിൽ ഏതാണ്ട് 14 ട്രേഡോളമുണ്ട്. 28 യൂണിറ്റിലായിട്ട് 450ഓളം കുട്ടികളാണ് ഇപ്പോൾ അവിടെ പഠിക്കുന്നത്. ഹോസ്റ്റൽ സൗകര്യമുള്ള ഒരു നല്ല ക്യാമ്പസാണ് ചെന്നീർക്കര ITയുടേത്. അവിടെ ഓട്ടോമൊബൈൽ രംഗത്തുള്ളതും മെക്കാനിക്കൽ സംബന്ധമായതും ഇലക്ട്രോണിക് സംബന്ധമായതും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയതുമായ ധാരാളം കോഴ്സുകളുണ്ട്. വിവിധ മേഖലകളിൽ ഈ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ധാരാളം ആളുകൾ അനുഭവസ്ഥരായിട്ടുണ്ട്. എൻ്റെ പേര് അശോക് കുമാർ, സീനിയർ ഇൻസ്ട്രക്ടറാണ്.
അപ്പോൾ ഞങ്ങൾ ഇന്ന് അച്ചൻകോവിൽ വനമേഖല ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടെയുള്ള ട്രൈബൽ പ്രദേശത്ത്, അതായത് ഉന്നതികളിൽ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ മുന്നോക്ക നിരയിലേക്ക് കൊണ്ടുവരിക, അവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പാസ്സായി അവർക്ക് ജോലികൾ നേടിക്കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ മെട്രിക് ട്രേഡുകളും നോൺ മെട്രിക് ട്രേഡുകളും ഉണ്ട്. അപ്പോൾ 1 വർഷ കോഴ്സുകളും 2 വർഷ കോഴ്സുകളുമാണ് നമ്മളവിടെ തൊഴിലധിഷ്ഠിത കോഴ്സുകളായി നടത്തുന്നത്. അപ്പോൾ അവർക്ക് കോഴ്സ് പൂർത്തീകരിക്കുന്ന കുട്ടികൾക്ക് NCVT സർട്ടിഫിക്കറ്റാണ് നൽകുന്നത്. അത് ഇന്റർനാഷണൽ ലെവലിലുള്ള സർട്ടിഫിക്കറ്റാണ്. ഇന്ത്യക്ക് പുറത്തും ഒരേ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ജോലി ഓപ്പർച്യൂണിറ്റീസ് ഈ സർട്ടിഫിക്കറ്റ് നേടുന്നതിലൂടെ ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റൈഫൻഡ്, ഇവർക്ക് ST പ്രൊമോട്ടേഴ്സ് വഴി ST വിഭാഗത്തിലുള്ളവർക്ക് സ്റ്റൈഫൻഡ് ലഭിക്കുന്നതാണ്. അതുപോലെ ന്യൂട്രീഷൻ, ഇവർക്ക് എല്ലാ ദിവസവും ന്യൂട്രീഷൻ പ്രാക്ടിക്കൽ സ്കില്ലിനോടൊപ്പം ന്യൂട്രീഷൻ പ്രോഗ്രാമും ഗവൺമെന്റ് തലത്തിൽ നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫീസ് ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. വളരെ ഫ്രീ ആയിട്ടാണ് ഈ കോഴ്സുകളെല്ലാം ഗവൺമെന്റ് നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ നോൺ മെട്രിക് ട്രേഡുകളായ പ്ലംബർ, വെൽഡർ തുടങ്ങിയവ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ വാട്ടർ അതോറിറ്റി വകുപ്പ്, റെയിൽവേ അതുപോലുള്ള സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറാൻ സാധ്യത കൂടുതലാണ്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റൽ സൗകര്യം. അപ്പോൾ ഇവിടെ നിന്ന് അച്ചൻകോവിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് അവിടെ നിന്ന് പഠിക്കാനും എല്ലാ കാര്യങ്ങളും സുഗമമായി അവർക്ക് പഠിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് ഹോസ്റ്റൽ സൗകര്യവും ക്യാൻറ്റീൻ സൗകര്യവും നമ്മുടെ ITയിൽ നിലവിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സ്പോട്ട് അഡ്മിഷൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇവിടെ കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ള എല്ലാ കുട്ടികളെയും കണ്ട് അവർക്ക് നോട്ടീസുകൾ ഇഷ്യൂ ചെയ്ത് എല്ലാ ട്രേഡിനെ കുറിച്ചും പരിചയപ്പെടുത്തി അവർക്ക് താല്പര്യമുള്ള ട്രേഡുകളിലേക്ക് അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ഫോർവേഡ് ചെയ്ത് എല്ലാ ആൾക്കാരിലും എത്തിക്കണമെന്ന് ഒരു ചെറിയ അഭ്യർത്ഥന കൂടി നടത്തുന്നു. ഇങ്ങനെ എടുക്കുമ്പോഴേ കിട്ടും ചുമ്മാ തിരിയാനും പറയാനും പറയില്ല. അതാണ് പാണ്ടാലോടെ അച്ഛൻ ഊഴെ പറ്റിയിരുന്നു അനങ്ങിയത്. പൈലറ്റ് അവരെ നീന്തി വേറെ വന്നിട്ടുണ്ട്, പോകുന്നുണ്ടെന്നറിയില്ല. പോകുന്നുണ്ട്. ഹരിദാസിന്റെ ചോദിക്കണം, പഠിച്ചത് എനിക്ക് തോന്നുന്നില്ല നീന്തി. ഹലോ, ഇത് അടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴേ ഒരു ദൂരം അങ്ങോട്ട് വീതിയൊന്നുമില്ല. ഭയങ്കര വെള്ളമല്ലേ? എനിക്ക് നോക്കുമ്പോഴേ ദൂരം മനസ്സിലാവുന്നു. എനിക്ക് മുമ്പോട്ട് പോകുന്നതൊക്കെ തോന്നുന്നു. മൊബൈലൊന്നുമില്ല, അത് ഇരിപ്പുണ്ട്. അപ്പൂപ്പനെ കണ്ടിട്ടോ ഒന്നും സംഭവിക്കത്തില്ല. അപ്പൂപ്പനെ കണ്ടോ ഒന്നും സംഭവിക്കത്തില്ല. അതാ ഞങ്ങളെ മറിച്ചിട്ടില്ല. എൻ്റെ പൊന്നെ പിള്ളേരൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടു വന്നു. ഇവിടെ വെള്ളം കഴിഞ്ഞവർക്ക് സ്കൂളിൽ പോകത്തില്ലല്ലോ. എത്ര മീൻ കിട്ടിയടാ? ഇതിനകത്തിരുന്ന് ചൂണ്ടയിടില്ല, പിന്നെ കിട്ടത്തില്ലേ? ആണ്ടാ നടുക്കോട്ട് പോവാ ചൂണ്ടയിട്ട്. ഇത് വീണ ഒഴുകി പോവും. ഫൈബർ ബോട്ട് എടുത്ത് മാറ്റിയാ? എവിടെ കൊണ്ടുപോയത്? താഴെ ഈ വെള്ളത്തിൽ പരത്തില്ലല്ലേ? വടമെല്ലാം കൂടെ താഴെ പോയി, എല്ലാം കൂടെ താഴെ നേരം വെളുക്കുമ്പോ അറിയുന്നു. കെട്ടിയിട്ടിരുന്നില്ലേ? പോട്ടെ, പിള്ളേർ ആരെയൊക്കെ ഉണ്ടെങ്കിൽ സെറ്റാക്കി കേട്ടോ. പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ട്, പക്ഷേ ഇവിടുന്ന് പോയി വരുന്ന ബുദ്ധിമുട്ടാണ് പ്രശ്നം. അവിടെ നിൽക്കാം.
അല്ലെ ആഴ്ച ഒരിക്കൽ വന്നിട്ട് തിരിച്ചു വന്നവരൊക്കെ പറയുന്ന കേട്ടില്ലേ? ആ. ഏഹ്